വെറ്റ് മാർബിൾ കട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിനുള്ള ഈ ഘട്ടം ഘട്ടമായുള്ള ഗൈഡിലേക്ക് സ്വാഗതം. വെറ്റ് മാർബിൾ കട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ. വെറ്റ് മാർബിൾ കട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന നേട്ടം വെറ്റ് മാർബിൾ കട്ടിംഗ് മെഷീനുകൾ കുറഞ്ഞ പൊടിപടലങ്ങളോടെ കൃത്യമായ കല്ല് മുറിക്കുന്നതിന് വാട്ടർ കൂൾഡ് ഡയമണ്ട് ബ്ലേഡുകൾ അടങ്ങിയ പ്രത്യേക ഉപകരണങ്ങളാണ് എന്നതാണ്. വെറ്റ് മാർബിൾ കട്ടിംഗ് മെഷീന്റെ പവർ ഓണാക്കുന്നതിനും ഓഫാക്കുന്നതിനുമുള്ള ട്രിഗറുകൾ. സ്വിച്ച് ലോക്ക് ബട്ടൺ ഓൺ പൊസിഷനിൽ തുടർച്ചയായ ഉപയോഗത്തിനായി ട്രിഗറുകൾ ലോക്ക് ചെയ്യുന്നു. ബേസ് പ്ലേറ്റ് മുറിക്കുന്ന മെറ്റീരിയലിൽ കിടക്കുന്ന പരന്ന പ്രതലം. മാർബിൾ മുറിച്ച ഡയമണ്ട് ബ്ലേഡുകൾ. സമാനമായ മറ്റ് ടൂളുകളുമായുള്ള താരതമ്യം. വെറ്റ് മാർബിൾ കട്ടിംഗ് മെഷീൻ മാർബിളിനെ വേഗത്തിലും വൃത്തിയായും വാട്ടർ കൂളിംഗ് ഉപയോഗിച്ച് മുറിക്കുന്നു. പരമ്പരാഗത രീതികൾ മന്ദഗതിയിലുള്ളതും പൊടിപടലമുള്ളതും സങ്കീർണമായ മുറിവുകൾക്ക് അധ്വാനവുമാണ്. മെഷീൻ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില സുരക്ഷാ മുൻകരുതലുകൾ. സുരക്ഷാ കയ്യുറകൾ, ഇയർപ്ലഗുകൾ, സുരക്ഷാ ഗ്ലാസുകൾ, സുരക്ഷാ മാസ്കുകൾ, കൃത്യമായി പരിശോധിച്ച ഡ്രിൽ സ്റ്റീൽ ഡോട്ട് സുരക്ഷാ ബൂട്ടുകൾ എന്നിവ പോലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഉപകരണം എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം? ലേസർ മെഷീൻ സജ്ജീകരണത്തിനായി ദൃഢമായ ഒരു പ്രതലമോ ട്രൈപോഡോ തിരഞ്ഞെടുക്കുക. ബ്ലേഡിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കുക, പ്രത്യേകിച്ച് വാട്ടർ കൂളിംഗ് സിസ്റ്റം. എല്ലാ സുരക്ഷാ ഗാർഡുകളും കവറുകളും ഉചിതമായ സ്ഥലങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. സുസ്ഥിരമായ നിരപ്പുള്ള പ്രതലത്തിൽ യന്ത്രം സ്ഥാപിക്കുക. ഒരു ഗ്രൗണ്ടഡ് പവർ സ്രോതസ് ബന്ധിപ്പിച്ച് ജലസംഭരണിയിൽ ശുദ്ധജലം നിറയ്ക്കുക. വെണ്ണക്കല്ലുകൾ മുറിക്കുമ്പോൾ പൊടിയും അവശിഷ്ടങ്ങളും കുറയ്ക്കാൻ വെള്ളം ഉപയോഗിക്കുന്നു. മാർബിളിൽ കട്ട് ലൈൻ അടയാളപ്പെടുത്തുക. ക്ലാമ്പുകൾ ഉപയോഗിച്ച് കട്ടിംഗ് ടേബിളിൽ ഉറപ്പിക്കുക. ബ്ലേഡിന്റെ ഉയരം ക്രമീകരിക്കുക. മെഷീൻ ഓണാക്കുന്നതിന് മുമ്പ് ജലപ്രവാഹം ആരംഭിക്കുക. മെഷീൻ മെയിൻ്റനൻസിനുള്ള നുറുങ്ങുകൾ. ഓരോ ഉപയോഗത്തിനും ശേഷം മെഷീൻ വൃത്തിയാക്കുക. ജലസംവിധാനം ഫ്ലഷ് ചെയ്യുക. ജലസംവിധാനങ്ങൾ പരിശോധിക്കുക. ഇലക്ട്രിക്കൽ കണക്ഷനുകൾ പരിശോധിക്കുക. കേടായ ചരട് മാറ്റി സ്ഥാപിക്കുക. നന്ദി.